ഹലോ ഗായ്സ്, അപ്പം നമ്മളെ പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നിങ്ങളെൻ്റെ കയ്യിൽ കണ്ടിട്ടുണ്ടാവും, നമ്മൾ നേരെ ക്യാരറ്റൊക്കെ മൈൻ ചെയ്തു. സോറി, ക്യാരറ്റൊക്കെ ഇവിടെ AFK നിന്ന് ഒപ്പിച്ചിട്ടുണ്ട്. ക്യാരറ്റ് എങ്ങനെ കിട്ടി? അതെ, ഞാൻ വില്ലേജ് കണ്ടുപിടിച്ചു. സോ ബട്ട് അതൊക്കെ ഓഫ് ക്യാമറയിലായിരുന്നു. നമ്മളിവിടെ ഓഫ് ക്യാമറയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു, ഞാനത് കാണിച്ചു തരാം. ഗസ്, നമ്മൾ നേരെ ഇതാ ഇവിടെ നമ്മൾ ഈ ഒരു ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ ഒരു ബീഹൈവ് കണ്ടുപിടുത്തി അവിടെ ക്യാമ്പ് ഫയറൊക്കെ ഇതാക്കി അവിടെ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ വീട്ടിനകത്താണ് ചെയ്തത്. ജസ്റ്റ് വേറൊന്നുമല്ല, ഇത് ഞാൻ കാണിച്ചു. കുറച്ച് ഇതാണ്ട് ഇതിൻ്റെ ഇവിടുത്തെ വാള് നമ്മൾ മാറ്റി, ഇവിടുത്തെ വാള് മാറ്റി. ഇനി ഇവിടെ ചുമരും കൂടെ ഒന്ന് ആക്കാനുണ്ട്. സോ ഇവിടെ കുറച്ച് ചിക്കനായല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണ്? നമ്മൾ ഓഫ് ക്യാമറയിൽ ഞാൻ കണ്ടുപിടിച്ച ആ ഒരു വില്ലേജിലോട്ട് പോവുക. അവിടെ പോയിട്ട് നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, നേരെ നമുക്ക് ചെറിയൊരു ട്രേഡിങ് ഹാൾ പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കേണ്ട ഒരു പരിപാടി ചെയ്യണം. അപ്പോൾ അതിനായിട്ടുള്ള റീസോഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യത്തിനൊക്കെ. സോ അപ്പോൾ നമുക്ക് നേരെ വില്ലേജിനകത്തോട്ട് പോകാം. ഓക്കെ, വില്ലേജ് എവിടെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആ റിവർ കണ്ടോ? അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നേരെ കയറണം. ഞാൻ അങ്ങനെ ഒരു അടയാളം വെച്ചിട്ടാണ് അവിടെ വെച്ചത്. പിന്നെ ഞാനിത് അവിടെ ഒരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കി. നമുക്ക് അവിടെ നിന്ന് എത്ര വേണമെങ്കിലും ഇനി വെള്ളം എടുക്കാം. യെസ്, നമുക്ക് നേരെ ഇത് നോക്കി കയറിപ്പോയാൽ പോരെ? നോക്കാം. സോ നമുക്ക് ആ ട്രേഡിങ് ഹാളൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് കുറച്ച് ബുക്ക് കാര്യങ്ങളൊക്കെ ഒപ്പിക്കാൻ. ഇപ്പോൾ ജസ്റ്റ് അത് ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് നോക്കാം. അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് വരാം. ഇത് കഴിഞ്ഞിട്ട് ഇന്നത്തെ എൻ്റെ ശരിക്കുള്ള പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ നെതർ പോകാനായിരുന്നു. പക്ഷേ ഇന്ന് എനിക്കതിന് പറ്റിയില്ല. ഓക്കെ, അപ്പോൾ അതായിരുന്നു കാര്യം. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ നേരെ അവിടെ എത്തിയിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം. ഓക്കെ, നമ്മളങ്ങനെ വില്ലേജ് ഇതാഴ്ത്തി. നമ്മളാ മലയെന്ന് പറഞ്ഞാൽ എൻ്റെ ബേസ് അതിൻ്റെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് സംഭവം. ഞാൻ ഇത്രയും ദിവസമായിട്ട് കണ്ടില്ല. ജസ്റ്റ് ഞാനൊന്ന് കുറച്ച് വുഡൊക്കെ ഒന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടൊന്ന് വന്നു വെറുതെ. അപ്പോഴാണ് ഞാൻ ഈ സംഭവം കണ്ടത്. കുറച്ച് പശുക്കളൊക്കെ നിൽക്കുന്നുണ്ട് അപ്പുറത്തേക്ക് എടുത്തിട്ട്. സോ ഓക്കെ, ഇതാണ് നമ്മളെ വില്ലേജ്. വലുതായിട്ടൊന്നുമില്ല, ഞാൻ ലൂട്ട് ചെയ്തു. ബ്ലാക്ക് സ്മിത്തും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വില്ലേജാണ്. ഞാൻ തന്നെയാണ് ഇവിടുന്ന് ഈ മറ്റേ കണ്ടോ ലെക്ടേണും ഒരു ബ്രൂയിൻ സ്റ്റാൻഡൊക്കെ എടുത്തത്. അപ്പം അയ്യോ, ഞാൻ ബെഡ് എടുത്തില്ല. ഇതൊക്കെ ഞാൻ തുറന്നതാണ്. ബെഡ് ഇവിടെ എവിടെ കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ബെഡ് എടുക്കാം, കാരണം നൈറ്റ് ആയിക്കഴിഞ്ഞാൽ പണി പാളും. അപ്പോൾ ഇത് അവിടെ നിന്ന് ബെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ബെഡ് എടുത്തിട്ട് എൻ്റെ കയ്യിൽ ഇവിടെ വെച്ചേക്കാം. സോ നമുക്ക് ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കണം. അപ്പം ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇവിടെ വില്ലേജേഴ്സൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. വില്ലേജേഴ്സൊക്കെ ഉണ്ട്. അവന്മാരൊക്കെ എവിടെ? വില്ലേജേഴ്സൊക്കെ എവിടെ? സോ ഇവിടെ ഒരു വില്ലേജറും ഇല്ലേ? നോക്കട്ടെ ഗൈസ്, വില്ലേജേഴ്സിനെ നോക്കട്ടെ. വില്ലേജേഴ്സ് എവിടെ? അതാണ്ട് ഒരുത്ത് നിൽക്കുന്നുണ്ട്, അവന് പണിയുണ്ട്. ഓക്കെ, അതാണ്ട് ഒരു അയൺകുളം. ഓക്കെ, ഇവിടുത്തെ ക്യാരറ്റൊക്കെയാണ് ഞാൻ എടുത്തത്. അയ്യോ, അതവന്മാർ എന്തെങ്കിലും ചെയ്തോളൂ. ഓക്കെ, നൈറ്റ് ആവുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ഇപ്പോൾ ഒരു വില്ലേജറേ ഉള്ളൂ ഇവിടെ. ബാക്കി വില്ലേജർമാരൊക്കെ എവിടെ? അതാണ്ട് ഒരുത്തിന് ഇവിടെ നിൽക്കുന്നുണ്ട്, അവന് പണിയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നിനക്കിപ്പോൾ പണി തരാടാ. പേടിക്കല്ലേ. നമുക്കിവിടെ കിടന്നങ്ങ് വീണ് കിടന്നുറങ്ങാം. 2000 years later. ഓക്കെ, ബെഡങ്ങ് പൊട്ടിക്കാം. പോടാ. അവൻ വർക്കെടുക്കാൻ പറ്റുമോ നേരെ? ഗൈസ്, നമുക്ക് ഈ ഒരു വുഡ് ഫുള്ള് എടുത്തിട്ടൊന്ന് പ്ലാങ്ക് ആക്കാം. പ്ലാങ്കാവ്. ഒരു സ്റ്റാക്ക് അത് മതി. ഈ ഒരു സ്റ്റാക്ക് പ്ലാങ്ക് കയ്യിലോട്ട് എടുത്തിട്ട് നമുക്കിതിപ്പോൾ എങ്ങോട്ട് ഉണ്ടാക്കും? നമ്മൾ ഭൂമിക്കടിയിലോട്ട് ഉണ്ടാക്കണോ? ലെതറിൻ്റെ ഷൂ ഭൂമിക്കടിയിലോട്ട് ഉണ്ടാക്കിയാലോ ഗൈസ്? ഇവിടെ ഈ നടുക്ക് തന്നെ. ഓക്കെ, നമുക്കിങ്ങനെ ഇത് ഭൂമിക്കടിയിലോട്ട് തന്നെ ഉണ്ടാക്കാം. മണ്ണിനടിയിൽ ഉണ്ടാക്കണ്ട. കാര്യം ചെയ്യാം, നമുക്ക് ഇത് ഏകദേശം ഇവിടെ ആയിട്ടങ്ങ് ഉണ്ടാക്കാം. ഇവിടെ അത്യാവശ്യം സ്ഥലമുണ്ട്. അപ്പോൾ 3 ബ്ലോക്ക് ഹൈറ്റിൽ ഉണ്ടാക്കാം അല്ലേ? ഇവിടെ 3 അതായത് ഇവിടെ ഒരു വില്ലേജർ ഇങ്ങനെ നിൽക്കണം, ഇവിടെ ഒരു വില്ലേജർ ഇങ്ങനെ നിൽക്കണം. ഒരു കാര്യം ചെയ്യാം, വലുതായിട്ടൊന്നുമില്ല, നമുക്ക് ഇപ്പോൾ ചെറുതാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ മതി. നമ്മൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ഇതിന് ബുക്കിനൊക്കെ മാത്രം വേണ്ടിയിട്ട് ഈ ഒരു സൈഡ് ഇങ്ങനെ മാറാം. ഓക്കെ, ഞാൻ ഇത് ഉണ്ടാക്കി തീർത്തിട്ട് നിങ്ങളപ്പോൾ തന്നെ അറിയിക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ ചെറുതായിട്ടൊന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ തന്നെയാണുള്ളത് എൻ്റെ ബെഡ്. ഒരു കാര്യം ചെയ്യും നിൽക്കേ, ഈ ബെഡ് എടുത്തിട്ട് ഇപ്പം ഇവിടെ നിൽക്കട്ടെ, ഇവിടെ റീസ്പോൺ സെറ്റ് ചെയ്തേക്കാം. ഓക്കെ, നമ്മൾ ഇനിയിപ്പോൾ യുവമാർ ഇതിനകത്ത് കൊണ്ടുവന്ന് ഇവിടെ വെക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ട് 2 ബോട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബോട്ട് വെച്ചാൽ കയറില്ലേ? വാ വാ വാ, കയറി 2 പേര് കയറ. ആ ഒരുത്തൻ കയറി, ഇനി ഒരുത്തനെയും കൂടെ. വാ വാ വാ, 2 പേര് മതി. ഇപ്പോൾ നമുക്കിപ്പോൾ 2 ഇതേ കിട്ടിയിട്ടുള്ളൂ വർക്ക് സ്റ്റേഷൻ. കയറി. ഓക്കെ, യുവമാർ 2 പേരും കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ലീഡ് വേണം. ലീഡ് ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടും. ഇവന്മാരെങ്ങനെ കൊണ്ടുപോകും? ഒരു കാര്യം ചെയ്യുന്നത്, ഞാൻ ഇവന്മാരെ ഒന്ന് അഴിച്ചു വിട്ടെ, എന്നിട്ട് ഒരുത്തനെ കയറ്റാം. ആദ്യം ഒരാൾ കയറി, ഒരുത്തൻ കയറി, ഞാനും ബോട്ട് കയറി. ഇനി ഞാൻ തുഴഞ്ഞു വേണം അങ്ങോട്ട് കൊണ്ടുപോകാൻ. ഓക്കെ, നമ്മളങ്ങനെ നേരെ ഇവന്മാരെ ഒന്ന് അങ്ങോട്ടേക്ക് ഒന്ന് കൊണ്ടുപോട്ടെ. ഇവന്മാരെ ഒന്ന് എത്തിച്ചിട്ട് കാണാം. ഓക്കെ, നമ്മളങ്ങനെ അതും ചെയ്തു. ഇത് അവിടെ ഒരു ബെഡ് ഇവന്മാർക്ക് വേണ്ടി വെച്ചു. ഒരുത്തന്നെ നമ്മൾ ബ്രൂവിൻഡറാക്കി. പിന്നെ ഇവനെന്താ പറയുക, ബ്രൂവിൻ്റെ അങ്ങനെ എന്തെല്ലാം അറിയാന്നോട്ടെ, എന്താണ് ഇവന് പറയുക? എന്തേലും ആവട്ടെ, ഇവനെ ആക്കി. പിന്നെ ഈ ചങ്ങാനെ നമ്മൾ മറ്റേ ഇത് ലെക്ചേൺ വെക്കുന്ന ബുക്ക് വെക്കുന്ന ആളാക്കി. ഇവനെന്തൊക്കെ തരും? എന്തെന്നെ കുറച്ച് പേപ്പർ കൊടുത്താൽ എമറാൾഡ് തരും. പിന്നെ ഇത് വരും, ബുക്ക് ഏതാന്ന് കാണിച്ചിട്ടില്ല. ഓക്കെ, അത് ലെവൽ 2 നമ്മൾ അപ്ഗ്രേഡ് ആക്കണം. അപ്പം കുറച്ച് പേപ്പറൊക്കെ വേണം. നമുക്ക് ഷുഗർ കെയിനൊക്കെ ഇതാക്കിയിട്ട് ഇങ്ങോട്ട് വരാം. ഇനി ഇവിടെ ഒരു ഫാർമറിനെ നിർത്തണമെങ്കിൽ നിർത്താം. അങ്ങനെ നമ്മൾ ചെറിയ രീതിക്ക് ഒരു കുഞ്ഞ് ട്രെയിനിങ് ഹാൾ നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. വലിയ കാര്യമുണ്ടെന്ന് ചോദിച്ചാൽ വലിയ രസമൊന്നുമില്ല, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ബട്ട് ഇത് നമുക്ക് അത്യാവശ്യം വലുതാക്കാം. നമുക്കിപ്പോൾ ഇതൊക്കെ മതി. ഓക്കെ, റൈഡ്. ഓക്കെ, ഇവൻ ഒരു എമറാൾഡ് കൊടുത്ത 2 റെഡ് സ്റ്റോൺ വരും. റോട്ടൺ ഫ്ലഷ് ഇതിൻ്റെ അടുത്ത് കുറേ ഉണ്ട് ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടെ ഒരു കുഞ്ഞ് ട്രെയിനിങ് ഹാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ലെറ്റ്സ് പ്ലേയുടെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത 5ാമത്തെ എപ്പിസോഡുമായിട്ട് പിന്നെ കാണാം. ടാറ്റ ബൈ ബൈ.